ഹായ് ഗൈസ്, നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചുക്കയാണ് കേട്ടോ. അപ്പോൾ ചാനൽ സബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ്. അപ്പോൾ അതിന് മുന്നേറ്റ് പാചകം ചെയ്യുന്നതിന് മുന്നേറ്റ് നമുക്കിതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 1/4 മണിക്കൂർ നമുക്കൊന്നത് സെറ്റാക്കി ഒന്ന് മൂടി വെക്കണം. അതിന് ശേഷമാണ് നമുക്കിത് പാചകം ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ ഞാൻ ഏകദേശം 1/4 മണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്തിട്ട് മൂടി വെച്ചതിന് ശേഷമാണിത് പാചകം ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന് നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയുള്ളി നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടത് ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇവിടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ള സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങളൊന്നും ചേർത്തിട്ടില്ല. ചില സാധനങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് പാചകം ചെയ്തിട്ടുള്ളത്. വെളുത്തുള്ളിയൊന്നും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പാചകം ചെയ്യാൻ നേരത്താണ് ശ്രദ്ധിച്ചത് വെളുത്തുള്ളി ഇല്ല. അപ്പോൾ അത് കാരണം വെളുത്തുള്ളി ഒന്നും ഇതിലിട്ടിട്ടില്ല. ഇതിലേക്ക് ഇഞ്ചിയൊക്കെ ഇതിലിട്ടിട്ടുണ്ട്. ഇഞ്ചിയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് പാചകം ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ സൈഡിൽ തന്നെ പച്ചമുളക് ഉണ്ടായിരുന്ന കാരണം കൊണ്ട് പച്ചമുളക് പൊട്ടിച്ചിട്ട് അതിലിട്ട്. അപ്പോൾ നോക്കുമ്പോൾ പച്ചമുളക് അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് മനസ്സിൽ തോന്നിയാണ്. അപ്പോൾ അത് പൊട്ടിച്ച് ഇതിൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഉള്ളി അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ തന്നെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആച്ചി മസാല അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഗ്ലാസ്സിൽ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കത് മൂടി വയ്ക്കാം. ചിക്കനിൽ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതിന് ഒന്ന് പിടിക്കുന്ന രീതിയിലാക്കിയിട്ട് നമുക്കത് അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്കതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കണം. വീടിൻ്റെ സൈഡിൽ തന്നെ കറിവേപ്പില ഉള്ള കാരണം കൊണ്ട് അത് തന്നെ പൊട്ടിച്ചിട്ട് നമ്മളതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പാചകം ചെയ്യുന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഉത്സവമായിട്ട് വിരുന്നിന് പോയിരുന്നു. അപ്പോൾ വിരുന്നിന് പോയാൽ വീട്ടിൽ ആളില്ലാത്ത സമയത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ പരീക്ഷണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചിട്ട് വെളുത്തുള്ളി ഒന്നും ഇതിൽ ചേർക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കാരണം കൊണ്ട് അങ്ങനെ പറയണ അല്ല. പക്ഷെ അത് വെച്ച് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു.